ആഫ്രിക്കൻ വൻകരയുടെ ഹൃദയതാളം ആവാഹിച്ച പച്ചപ്പുൽ മൈതാനത്തേക്ക് കാൽപ്പനിക ലോകത്തിന്റെ രണ്ട് ചിരവൈരികൾ പടപൊരുതുന്നു. ഒരു വശത്ത് അറ്റ്ലസ് പർവ്വത നിരകളെപ്പോലെ അചഞ്ചലമായ പ്രതിരോധവും അറേബ്യൻ മണലാരണ്യത്തിലെ മിന്നൽ പിണറുകൾ പോലെ തന്ത്രങ്ങളും ഒളിപ്പിച്ചു വെച്ച മൊറോക്കോയുടെ അറ്റ്ലസ് സിംഹങ്ങൾ. മറുവശത്ത് സവേനയിലെ ഇടിമുഴക്കം പോലെ ഗർജിച്ചെത്തുന്ന വേഗതയും വന്യമായ കരുത്തുകൊണ്ട് സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ പോന്ന സെനഗലിന്റെ ടറാങ്കയുടെ സിംഹങ്ങളും. ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും ഒരേ ബിന്ദുവിൽ സന്ധിക്കുന്ന വിശ്വമഹാ പോരാട്ടമാണ്. മൈതാനത്ത് വിരിയുന്ന ഓരോ പാസിലും ഓരോ ജനതയുടെ വീര്യമുണ്ട്. ഓരോ മുന്നേറ്റത്തിലും അവരുടെ അതിജീവനത്തിന്റെ ചരിത്രവുമുണ്ട്. എന്നാൽ വിധി മാനയുടെ സെനഗലിന് അനുകൂലമായിട്ടായിരുന്നു. അറ്റ്ലാന്റിക്കിന്റെ തിരമാലകൾക്ക് ഇന്ന് ആവേശത്തിന്റെ താളം. ആഫ്രിക്കൻ ഫുട്ബോളിന്റെ സിംഹാസനത്തിൽ അശ്വമേധം നടത്തിക്കൊണ്ട് സെനഗൽ വീണ്ടും കിരീടം ചൂടിയിരിക്കുന്നു. ആവേശ പോരാട്ടത്തിൽ മൊറോക്കോയുടെ പടക്കുതിരകളെ തളച്ച് സെനഗൽ നേടിയ ഈ വിജയം കാൽപന്തിന്റെ പൂർണ്ണ കാവ്യനീതി നടപ്പാക്കുന്നതാണ്. ലോകോത്തര മാനവൃത്തങ്ങളെ കീഴടക്കിയ ഫുട്ബോളിന്റെ ഇതിഹാസ താരം സാദിയോ മാനയുടെ യഥാർത്ഥ ലീഡർഷിപ്പ് കണ്ട മത്സരം. അയാളുടെ നിശ്ചയദാർഢ്യത്തിനും വഴങ്ങി കളിക്കളത്തിലേക്ക് തിരിച്ചു വന്ന പടയാളികൾക്ക് ലഭിച്ചത് സ്വന്തം ജനതയ്ക്ക് പാടിപ്പറയാൻ നയനസുന്ദരമായൊരു കവിതയും. ആദ്യ പകുതിയുടെ 4-ാം മിനിറ്റിൽ സെനഗലിന്റെ ആദ്യ ഗോൾ പിറന്നെന്ന് കരുതിയ നിമിഷം സാദിയോ മാനെ എടുത്ത കോർണർ കിക്ക് ഗയയിലേക്ക്. ഗയെ അത് ഹെഡ് ചെയ്തെങ്കിലും മൊറോക്കോ ഗോൾ കീപ്പർ ബോണോയുടെ പെട്ടെന്നുള്ള കൃത്യമായ ഇടപെടൽ മൊറോക്കോക്ക് രക്ഷാകവചം. അജയ്യമായ മുന്നേറ്റങ്ങൾ അരങ്ങേറുന്നു. തുലാതുലന ശക്തിയിൽ പരസ്പരം ഇരുകൂട്ടരും മല്ലിട്ടടിക്കുന്നു. പ്രതിരോധ കോട്ടയുടെ കെട്ടുറപ്പുകൾ തകർക്കാൻ കഴിയാതെ ഇരുകൂട്ടരുടെയും ഗോൾമുഖത്തേക്കുള്ള മുന്നേറ്റങ്ങൾ പാതി വഴി അവസാനിച്ചു. ആദ്യ പകുതിയിൽ മൊറോക്കോ തങ്ങളുടെ അനന്തമായ വേഗതയേറിയ പാസിങ്ങിലൂടെ കളി നിയന്ത്രിക്കാനാണ് ശ്രമിച്ചത്. വിങ്ങുകളിലൂടെയുള്ള അവരുടെ മുന്നേറ്റങ്ങൾ സെനഗൽ പ്രതിരോധത്തെ പലപ്പോഴും സമ്മർദ്ദത്തിലാക്കി. സെനഗലാകട്ടെ വളരെ കരുത്തുറ്റ പ്രത്യാക്രമണ ശൈലിയാണ് സ്വീകരിച്ചത്. പന്ത് ലഭിക്കുമ്പോഴെല്ലാം വളരെ വേഗത്തിൽ മൊറോക്കൻ ബോക്സിലേക്ക് എത്തിക്കാൻ അവർ ശ്രദ്ധിച്ചു. സാദിയോ മാനെ ഉൾപ്പെടെയുള്ള താരങ്ങൾ മൊറോക്കോയുടെ പ്രതിരോധ നിരയിലെ വിടവുകൾ കണ്ടെത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പോരാട്ടവീര്യം അതിന്റെ 37-ാം മിനിറ്റിലേക്ക് അടുക്കുന്നു. സെനഗലിന്റെ 13-ാം നമ്പറുകാരൻ നിദായ് സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ സുവർണാവസരം. പ്രതിരോധ താരങ്ങൾ അയാളിലേക്ക് ഓടി അടുക്കുന്നതേയുള്ളൂ. മുന്നിലുള്ളത് മൊറോക്കോയുടെ ഗോൾ കീപ്പർ യാസീൻ ബോണോ മാത്രം. മൊറോക്കോ ആരാധകരുടെ നെഞ്ചിടിപ്പേറുന്നു. നിർഭാഗ്യമെന്നോണം നിദായിക്ക് പിഴച്ചു. മത്സരത്തിന്റെ 40-ാം മിനിറ്റിൽ എസാലിസോലി സെനഗലിന്റെ ഗോൾമുഖത്തേക്കൊരു ക്രോസ് ഉയർത്തിയെങ്കിലും മൊറോക്കൻ താരങ്ങൾക്ക് ആർക്കും അതിനെ എത്തിപ്പിടിക്കാൻ സാധിക്കാതെ പോകുന്നു. ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങുമ്പോൾ സെനഗൽ 0, മൊറോക്കോ 0. മൊറോക്കോയുടെ പന്താട്ടത്തിനുമേൽ നിർഭാഗ്യങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ ദയനീയമായ കാഴ്ച. അവസരങ്ങളും ദുർവിധികളും വിട്ടൊഴിഞ്ഞു മാറുന്നില്ല. മത്സരം 80 മിനിറ്റിലേക്ക് അടുക്കുന്നു. മൊറോക്കോക്ക് അനുകൂലമായി ഒരു കോർണർ കിക്ക്. ഹക്കീമി ടേക്ക് ചെയ്ത കോർണർ ഉയർന്നെത്തിയത് എസാലിസോലിയിലേക്ക്. കൊടുന്നിനെ തൊടുത്തുവിട്ട ഷോട്ട് സെനഗൽ ഗോൾ കീപ്പർ മെൻഡി പിടിച്ചെടുക്കുന്നു. 89-ാം മിനിറ്റിൽ സെനഗൽ താരം പ്രതിരോധത്തെ കബളിപ്പിച്ച് ഒരു ഷോട്ട് എതിർക്കുന്നു. നിർഭാഗ്യമെന്നോണം ബോണോ ഒരേ സമയം രക്ഷകനും വില്ലനുമാകുന്നു. മത്സരം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ആ രോഷാകുലമായ നിമിഷം അരങ്ങേറുന്നത്. മൊറോക്കോയ്ക്ക് ലഭിച്ച കോർണർ കിക്ക് ടേക്ക് ചെയ്യുന്നതിനിടയിൽ സെനഗലിന്റെ പ്രതിരോധ താരം ഡോവ് മൊറോക്കോയുടെ 25-ാം നമ്പർക്കാരനായ മസീനയെ പിടിച്ച് നിലത്തേക്കിടുന്നു. അതിനനുകൂലമായി പെനാൽറ്റി വിധിച്ചു. എന്നാൽ തിയാവോ തന്റെ താരങ്ങളെ മത്സരം നിർത്തിവെച്ച് കളം വിടാനാണ് പ്രേരിപ്പിച്ചത്. ഒടുക്കം സെനഗലിന്റെ രാജകുമാരൻ സാദിയോ മാനെ പറഞ്ഞത് പ്രകാരം താരങ്ങൾ വീണ്ടും കളത്തിലേക്ക് എത്തുന്നു. ഓരോ സെനഗൽ ആരാധകരുടെയും സിരകളിലേക്ക് രക്തത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചു കാണണം. കിക്കെടുക്കാൻ തയ്യാറാകുന്നത് റയൽ മാഡ്രിഡ് താരമായ ബ്രഹീം ഡയസ്. ഒരു ജനതയുടെ സ്വപ്നം മുഴുവനും ചുമ്മിലേറ്റി പനയങ്ക ശൈലിയിൽ ഷോട്ടൊതുക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ മെൻഡി അത് നിഷ്പ്രയാസം കൈപ്പിടിയിലൊതുക്കുന്നു. സ്റ്റേഡിയത്തിന്റെ ആവേശം അണപൊട്ടിയൊഴുകിയ നിമിഷം. വാച്ചിലെ സെക്കൻഡ് സൂചികൾ മത്സരത്തിന്റെ അന്ത്യത്തിലേക്ക് കുതിക്കുമ്പോൾ ഇരു ടീമുകളും തളർച്ചയെ തോൽപ്പിച്ച് പോരാടുകയായിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ നിഴൽ വീണ ആ നിമിഷത്തിലേക്ക് മൈതാനത്തിന്റെ മധ്യഭാഗത്തു നിന്നും ആ ചരിത്ര നീക്കം തുടങ്ങുന്നു. കളി തീരാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു മിന്നൽ പ്രത്യാക്രമണത്തിലൂടെയാണ് ആ ഗോൾ പിറക്കുന്നത്. പ്രതിരോധം മറികടന്ന് ബോക്സിനുള്ളിൽ ഇരച്ചു കയറി പന്ത് അതിമനോഹരമായ ഒരു ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെ പാപ്പെഗയെ ഗോൾ വലയിലേക്ക് എത്തിച്ചു.
അതുവരെ കോട്ട പോലെ ഉറച്ചു നിന്ന മൊറോക്കൻ പ്രതിരോധം ഒരു നിമിഷത്തെ പിഴവിൽ അകലുന്നത് നാം കണ്ടു. ഗോൾ കീപ്പർ യാസീൻ ബോണോയുടെ നിസ്സഹായമായ ആ നോട്ടം ആ ഗോളിന്റെ കൃത്യതയെ വിളിച്ചോതുന്നതായിരുന്നു. ഒരു വശത്ത് തോൽവി സമ്മതിക്കാനാവാതെ തളർന്നിരുന്ന മൊറോക്കൻ താരങ്ങൾ, മറുവശത്ത് ചരിത്ര വിജയത്തിന്റെ നെറുകയിൽ ആനന്ദക്കണ്ണീർ പൊഴിക്കുന്ന സെനഗൽ താരങ്ങൾ. മാനയുടെ പന്താട്ടം അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഗരിമയോടെ പടിയിറങ്ങിപ്പോകാം. വിജയലഹരിയിൽ നൃത്തം ചവിട്ടിയ സെനഗൽ വീരന്മാർ ചേർന്ന് ആ രാത്രിയെ ഒരു ഫുട്ബോൾ വസന്തമാക്കി മാറ്റി. ആഫ്രിക്കൻ ഫുട്ബോളിന്റെ സിംഹാസനത്തിൽ തെരങ്ക സിംഹങ്ങൾ വീണ്ടും അമർന്നിരുന്നപ്പോൾ ചരിത്രം അവിടെ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടുകയായിരുന്നു.